നമസ്കാരം. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യ വാചകങ്ങളായിരുന്നു ഇത്. എന്നാൽ എന്തായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? നമുക്ക് നോക്കാം. ഭാരതത്തെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ 1947 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരം ബഹിഷ്കരിച്ച് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1947 ഓഗസ്റ്റ് 15 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എ ആസാദി ജൂട്ടി ഹേ എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറഞ്ഞ് കരിദിനം ആചരിച്ചവരാണ് ഇന്ത്യൻ കമ്മികൾ അഥവാ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ ത്രിവർണ്ണ പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്താൻ തയ്യാറായത് എപ്പോഴാണെന്നറിയാമോ? സ്വാതന്ത്ര്യം കിട്ടി 75 വർഷത്തിനു ശേഷമാണ് ത്രിവർണ്ണ പതാക ഉയർത്താൻ കമ്മി പാർട്ടി തയ്യാറായത്. 1967 നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചത് ചൈനയെയാണ്. അതല്ലെങ്കിലും ഇപ്പോഴും കമ്മികളുടെ ചങ്കിലും ചന്തിയിലും ചിന്തയിലുമൊക്കെ ചൈനയും ക്യൂബയും ഒക്കെയാണല്ലോ. അതിനുശേഷം 1984 ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. പക്ഷേ രാജ്യം അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇനി നരേന്ദ്രമോദി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളത് വേറെ കാര്യം. ഇന്നത്തെ സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡ് അത്യന്താപേക്ഷിതവുമാണ്. കോൺഗ്രസ് കൊണ്ടുവന്ന ബഹിരാകാശ പദ്ധതികളെയെല്ലാം ഇടതുപക്ഷം എതിർത്ത ചരിത്രമാണുള്ളത്. എന്നാൽ ഇന്ന് ഇന്ത്യ ലോക ബഹിരാകാശ ശക്തിയായി മാറി. UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയത്തെയും ഇടതുപക്ഷം എതിർത്തു. എന്നാൽ ആ സാമ്പത്തിക നയം നടപ്പിലാക്കുകയും ഇന്ത്യ ഇന്ന് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുകയും ചെയ്തു. അതായത് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള സംസ്ഥാനമായ കേരളവും ഇന്ന് അതേ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നു എന്നർത്ഥം. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് തുരങ്കം വെച്ചിട്ടുള്ള ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും വികസനങ്ങളെല്ലാം ഇവിടെ വന്നു. മതങ്ങൾ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നടക്കുന്നതും അണികളെ പഠിപ്പിക്കുന്നതും. അധികാരത്തിൽ വന്ന രാജ്യങ്ങളിലെല്ലാം അവർ മതങ്ങളെ വിലക്കി. എന്നാൽ ഇപ്പോഴും മതങ്ങൾ ശക്തിയോടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. നിലനിൽപ്പിനായി അവർ കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, വർഗീയത പറയുന്നു, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ സഹകരിക്കാതെ മാറി നിന്ന ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുകൂടി നമ്മൾ അറിയണം. അന്ന് ഭരണഘടനയെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇവിടെ ജീവിക്കുന്നു. 1948 കൽക്കട്ടയിൽ സമ്മേളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ സായുധ വിപ്ലവത്തിന് ആഹ്വാനം നടത്തി. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ കൽക്കട്ട തിസീസ് പുറത്തിറക്കി. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിന്നു. രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന കമ്പ്യൂട്ടർ വിപ്ലവത്തിനെതിരെ ഇടതുപക്ഷം സമരം നടത്തി. പക്ഷേ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവം വന്നു. ഇന്ന് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ ഒരു IT കമ്പനി ഉടമയാണ്. ഇന്ന് ഓരോ പാർട്ടി നേതാക്കളുടെ കക്ഷത്തും ഓരോ ലാപ്ടോപ്പ് ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീരഗാഥകൾ പാടിപ്പുകഴ്ത്താൻ വേണ്ടി മാത്രം സർക്കാർ ചെലവിൽ സോഷ്യൽ മീഡിയ ടീമുണ്ട്. വിമർശിക്കുന്നവൻ്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവൻ്റെയും വായടപ്പിക്കാൻ പാർട്ടിക്കുമുണ്ട് സോഷ്യൽ മീഡിയ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടാകും. ഇല്ലാതാകുന്നത് പഴകിത്തേഞ്ഞ് വള്ളിച്ചെരുപ്പ് പോലെയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. അതായത് ഇടതില്ലെങ്കിലും ഇന്ത്യയുണ്ട്, അന്നും ഇന്നും എന്നും.